കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാട്ടാനക്കൂട്ടം നേര്യമംഗലം റാണിക്കലിന് സമീപമാണ് റോഡിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. കുട്ടിയാനുകൾ അടക്കം 5-ലധികം ആനകളുണ്ടായിരുന്നു. കാട്ടാനക്കൂട്ടത്തെ മറികടക്കാൻ ശ്രമിച്ച വാഹനത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, ഒരു ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നത്. വളരെ ആശങ്കയുണ്ടാക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയില് റാണിക്കല്ല്, അതായത് നേര്യമംഗലം കടന്ന് ഇടുക്കിയുടെ പ്രദേശത്തേക്ക് കയറുമ്പോൾ വനപ്രദേശത്തിന് മുമ്പായിട്ടാണ് ഇത്രത്തോളം ആനകളെ കണ്ടത്. ഏതാണ്ട് 5ഓളം ആനകളെയാണ് ഇന്നലെ രാത്രി 10:30 ഇതുവഴി കടന്നുപോയ വാഹനങ്ങൾക്ക് മുമ്പിലൂടെ ആന പോയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പ്രദേശത്ത് ഇത്രത്തോളം ആനകളെ ആദ്യമായാണ് കാണുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഈ വാഹനം കടന്നു പോകുന്ന സമയത്ത് അറിയാതെ വന്ന ഒരു വാഹനത്തിന് മുമ്പിലേക്ക് ഈ കാട്ടാന ഒരെണ്ണം പാഞ്ഞടുക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കുട്ടിയാന അടക്കം 5 ആനകളാണ് ഇതുവഴി കടന്നു പോയത് എന്നുള്ളതാണ്. റാണിക്കൽ എന്ന സ്ഥലത്താണ് അത് ആനകളെ കണ്ടെത്തിയത്. ആദ്യമായാണ് ഇത്രത്തോളം ആനകളെ ഈ പ്രദേശത്തേക്ക് കാണുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്തത്. ഫോറസ്റ്റുകാരെ പെട്ടെന്ന് വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവഴി കടന്നുപോയ കടന്നുപോയ യാത്രക്കാരാണ് ആദ്യം ഈ ആനയെ കാണുന്നതും. ഇത് പിന്നീട് ഈ ദേശീയപാത കടന്ന് കോതമംഗലം ഭാഗത്തേക്കുള്ള വനമേഖലയിലേക്കാണ് കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും വനംവകുപ്പ് ഇത്രത്തോളം ആനകളെ എങ്ങനെ വന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള എവിടുന്ന് ഇത് കടന്നു വന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഏതായാലും മറ്റ് അപകടങ്ങളൊന്നും യാത്രക്കാർക്ക് ഉണ്ടായിട്ടില്ല. ഏതായാലും വനംവകുപ്പ് കൂടുതൽ ഈ ആനകളെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.